ഫോർട്ട് കൊച്ചിക്കാർക്ക് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ 31 പാപ്പാഞ്ഞി കത്തിക്കുന്നതാണ്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലുള്ള പാപ്പാഞ്ഞിയുടെ ശില്പം അവിടെ നിന്ന് നീക്കണമെന്ന പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഇന്ന് 7 മണിയോടുകൂടി ഈ ശില്പം ഉദ്ഘാടനം ചെയ്തു. സ്ഥലം MLA KJ മാക്സിയാണ് പാപ്പാഞ്ഞിയെ ഉദ്ഘാടനം ചെയ്തത്. അഞ്ജന അനിൽകുമാർ അവിടെയുണ്ട്. അഞ്ജന, ഈ രാത്രിയിൽ അവിടേക്ക് എത്തുമ്പോൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ പാപ്പാഞ്ഞിയും അവിടെ നിൽക്കുകയല്ലേ? തീർച്ചയായും സുജയ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞി തലയുയർത്തി തന്നെ നിൽപ്പുണ്ട്. 42 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയാണ്. ഈ ഫോർട്ട് കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിസ്മസും ന്യൂ ഇയറും പൂർത്തിയാക്കണമെങ്കിൽ ഈ പാപ്പാഞ്ഞി 31-ാം തീയതി കത്തിക്കണം. അത് അവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ്. പാപ്പാഞ്ഞി ഇല്ലാതെ അവർക്കൊരു ന്യൂ ഇയർ ഇല്ല, ക്രിസ്മസ് ഇല്ല. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം പാപ്പാഞ്ഞി ഉണ്ട് ഇവിടെ. പാപ്പാഞ്ഞി ഇവിടെ തല ഉയർത്തി തന്നെ നിൽപ്പുണ്ട്. ഇവിടെയുള്ള ഫോർട്ട് കൊച്ചി സ്വദേശിയായ അരുൺ മൈക്കിളാണ് ഈ പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് നമ്മൾ കുറച്ചു മുൻപ് സംസാരിച്ചിരുന്നു. ഈ പാപ്പാഞ്ഞിയെ ഇവിടുന്ന് നീക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കഴിഞ്ഞ 1.5 മാസത്തോളമുള്ള അദ്ദേഹത്തിന്റെ ഒരു അധ്വാനമാണ് ഈ ഒരു 42 അടി ഉയരത്തിൽ ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ പാപ്പാഞ്ഞി. സാധാരണ നമ്മൾ കാണുന്ന പാപ്പാഞ്ഞി പോലെയല്ല. ഒരു ഇംഗ്ലീഷ് സിനിമയിലെ കഥാപാത്രത്തിന്റെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാപ്പാഞ്ഞിയെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇവിടെ നിന്നും ഈ പാപ്പാഞ്ഞിയെ നീക്കണമെന്ന്. എന്നാൽ അതൊന്നും തന്നെ ഇവിടുത്തെ ആളുകൾ കണക്കിലെടുത്തിട്ടില്ല. ഈ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് 7 മണിയോടുകൂടി ഇവിടെ ഈ പാപ്പാഞ്ഞിയെ ഉദ്ഘാടനം ചെയ്തത്. പാപ്പാഞ്ഞി ഇപ്പോൾ ഇവിടെ എത്തുന്നവർക്കെല്ലാം ഒരു കാഴ്ചയായി കഴിഞ്ഞു. അവരെല്ലാം തന്നെ ഇതിന്റെ കൂടെ സെൽഫി എടുക്കാനും എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രാത്രിയിലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്. അവരുടെ എല്ലാം ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കുടുംബസമേതം ഇവിടെ എത്തി സെൽഫി എടുക്കുന്നു, ഈ കാഴ്ചകൾ കാണുന്നു. ഇവിടെ ലൈറ്റുകൾ കൊണ്ട് ചുറ്റും അലങ്കരിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബവുമായി ഇവിടെ വന്ന് കുറച്ചുനേരം ചെലവഴിക്കാൻ കഴിയുന്നത് വളരെ സന്തോഷമുള്ള ഒന്നാണ്. ചേച്ചി, ക്രിസ്മസ് ഒരുക്കമൊക്കെ എവിടം വരെയായി? നല്ല രീതിയിൽ നടക്കുന്നു, നല്ലതായിട്ട് പോകുന്നു. ഫോർട്ട് കൊച്ചിയിലുള്ളവരാണോ? പള്ളുരുത്തി. എങ്ങനെയുണ്ട് ഈ പാപ്പാഞ്ഞിയൊക്കെ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിരിക്കുന്നു, നല്ല സൂപ്പറായിട്ടുണ്ട്. ചേട്ടനോ, ഇഷ്ടപ്പെട്ടോ പാപ്പാഞ്ഞി? നല്ലൊരു വെറൈറ്റി പാപ്പാഞ്ഞിയാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും വരാറുള്ളതാണ്. എന്നാലും ഇത്തവണ ഇതൊരു വെറൈറ്റി അടിപൊളി അപ്പിയറൻസ് ആയിട്ടുണ്ട്. അതെ സുജയ, അങ്ങനെയാണ്. ആളുകൾക്കെല്ലാം തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ പാപ്പാഞ്ഞിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ് എന്ന ഇംഗ്ലീഷ് സിനിമയിലെ ഗ്രാൻഡ് എൽഫ് എന്ന കഥാപാത്രത്തെയാണ് ഇവിടെ അരുൺ മൈക്കിൾ എന്ന ശില്പി തീർത്തിരിക്കുന്നത്. ആ ഒരു വിസ്മയം കാണാൻ ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ക്ലബിന്റെ പാപ്പാഞ്ഞിയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ആ പാപ്പാഞ്ഞിയും എത്തി. ഇത്തവണ ഇപ്പോൾ 2 പാപ്പാഞ്ഞിയെ കത്തുന്നത് 2 വിൻഡോയിലിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയും വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയും. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ പാപ്പാഞ്ഞിയാണ് നമുക്ക് അഞ്ജന അനിൽകുമാർ കാട്ടിത്തന്നത്.